ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് അഹല്യ ഫിൻഫോറക്സിന്റെ വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള മിസ്റ്റർ അനീഷ് ചന്ദ്രൻ CV ആണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. സർ, ഇന്നിപ്പോൾ നമുക്ക് വിപണിയിലേക്ക് നോക്കുകയാണ്. തീർച്ചയായിട്ടും തുടക്കത്തിൽ 22,800 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് നല്ലൊരു മൊമെൻറ്റം നടത്താനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ നിന്നൊരു നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുകയും ഇപ്പോൾ ഒരു സൈഡ് വേസ് ആയിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ ഒരു സൈഡ് വേസ് ഒരു മൂവ്മെൻറ്റുമാണ് കാണുന്നത്. നിഫ്റ്റിയിലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ അതോ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ടാണോ വിലയിരുത്തേണ്ടത്? ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് നമുക്ക് പറയാനായിട്ടില്ല. അഗൈൻ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ബട്ട് 22,800 എന്ന് പറയുന്നത് ഒരു ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ബട്ട് സൈക്കോളജിക്കലി അഗൈൻ 23 എന്ന് പറയുന്ന 23,000 എന്ന് പറയുന്ന ലെവലുണ്ട്. അവിടെ ബ്രേക്ക് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിത്ത് സപ്പോർട്ട് ഓഫ് ബാങ്ക്, അതേപോലെ തന്നെ മെറ്റൽ, ദെൻ ഓട്ടോ, ഈ 3 സെക്ടറും പെർഫോം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകി ഇതൊരു വലിയ ട്രെൻഡ് റിവേഴ്സലിന്റെ ഒരു പാർട്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ബട്ട് ആസ് ഓഫ് നൗ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 23,000 ലെവല് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നലെ എല്ലാം നമ്മൾ കണ്ടത് വളരെയധികം ഒരു പാർട്ടിസിപ്പേഷൻ ആണ്, ഒരു മാസ് പാർട്ടിസിപ്പേഷൻ എന്ന ലെവലിലാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഓൾമോസ്റ്റ് ഓൾ സ്റ്റോക്സ് അല്ലെങ്കിൽ ഓൾ സെക്ടേഴ്സ് ഓൾമോസ്റ്റ് പെർഫോം ചെയ്തു. ദെൻ FIs ഒരു നെറ്റ് ബൈയിലേക്ക് വന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് FIs നെറ്റ് ബൈയിലേക്ക് വന്നത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു സപ്പോർട്ട് ലെവൽ അറ്റ് ലോവർ ലെവൽ അല്ലെങ്കിൽ ഒരു ബോട്ടം പിക്കിംഗ് എന്ന ലെവലിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് തയ്യാറാണ് എന്നതാണ്. അതൊരു വലിയ സെന്റിമെന്റ് പോസിറ്റീവാണ്. ഇതൊരു സെന്റിമെന്റ് ആയിട്ട് നമുക്കത് പറയാം. കാരണം ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ സ്റ്റോക്കുകളിൽ കോൺഫിഡൻസ് ആണ്, ഇക്കോണമിക് കോൺഫിഡൻസ് ആണ്. ഓൺലി തിങ് ഈസ് വാല്യുവേഷൻ ബൈ. അത് മാത്രമേ ഇപ്പോ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ ഇനി ഇൻട്രാഡേയിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 22,600 എന്ന് പറയുന്ന ഒരു ലെവലായിരിക്കും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു വലിയ മൂവ്മെന്റിന് ശേഷമുള്ള ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ആഫ്റ്റർനൂൺ സെക്കൻഡ് സെക്ഷൻ എനിക്ക് തോന്നുന്നു ഇതൊരു തിരിച്ച് ഒരു അഗൈൻ ഒരു ബൈങ് സോണിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 23,000 മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് ഇൻഡെക്സ് ആയിരിക്കും ഇന്ന് പെർഫോം ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ മെറ്റൽ സെക്ടർ, അതേ ഓട്ടോ സെക്ടറിൽ ഒരു സപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഈ ഒരു 3 സെക്ടേഴ്സിന്റെ ഒരു നല്ലൊരു സപ്പോർട്ടോടുകൂടി നിഫ്റ്റി അഗൈൻ റീഗെയിൻ ചെയ്യും. പോസിറ്റീവ് മൊമെന്റം തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 23,000 മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രിസൈസ് ആയി പറയുകയാണെങ്കിൽ 23,200 എന്ന ലെവലിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ലെവലിലേക്ക് ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോ പറയാൻ കഴിയും.